$3,30,000 ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അതിൽ നടന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വീണ ടീം സുനീഷ് എമ്മും ഓപ്പറേറ്റ് ചെയ്തിരുന്ന അവർ സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ട് അത് പരിശോധിച്ചാൽ പോലെ ഈ അധ്വാനിച്ചുള്ള ഒരാൾക്ക് ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ മകൾക്ക് ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാൻ മേലെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അവിടെ എഴുതിയിട്ടില്ല. EMR നിന്ന് മാത്രമല്ല മാസപ്പടി കൈപ്പറ്റിയിട്ടുള്ളത്, മാസപ്പടി PWC നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയതിൻ്റെ രേഖയാണ് ഞാൻ പറഞ്ഞ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ളത്. ഇവരുമായി റിലേറ്റ് ചെയ്ത ഒരു കമ്പനിയുടെ പുറകെ ഞാൻ ചെന്ന് നിന്നിപ്പം അത് മൗറീഷ്യസിലാണ്. അതിൻ്റെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഓഫീസിൽ നോക്കിയപ്പോൾ ഒരു അമ്മച്ചി മത്തി വറുത്തോടെ നിൽപ്പുണ്ട്. ആ ഓഫീസിൽ ഒരു ഫ്ലാറ്റാണ്. കപ്പാസിറ്റി ഉള്ള അറ്റോമിക് മിനറൽസ് ഇവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ടണ്ണിന് 4-5 കോടി രൂപ വിലയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ ഫാരിസ് അബൂബക്കർ ഇപ്പോൾ ഉള്ള അമേരിക്കയിലാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെയും വിദേശ പണമിടപാടിനെ കുറിച്ച് പ്രസ് മീറ്റിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടീക്കും അവരുടെ മുൻ ഭർത്താവ് സുനീഷ് എമ്മിനും അവർ സിഗ്നേറ്ററി ആയിട്ടുള്ള ഒരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് കേരളത്തിൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുള്ള വിവിധ വിവാദ കമ്പനികളിൽ നിന്നും പണം എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആരോപണം. ഈ ആരോപണത്തെ ഇപ്പോൾ അവർ എക്സാലോജി കൺസൾട്ടിങ് എന്ന് പറയുന്നൊരു കമ്പനി അവർക്കില്ലെന്നൊക്കെ പറഞ്ഞൊരു പത്രസമ്മേളനമൊക്കെ നടത്തി. പക്ഷേ അത് വീണ വിജയനല്ല, ആ കമ്പനിയാണ് നടത്തുന്നത്. ഞങ്ങൾ വീണയായിട്ട് ബന്ധമില്ലെന്ന്. പക്ഷേ ഇന്ന് വരെയും എക്സാലോജിക്കിൻ്റെ ഒരു ടീം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാലോജി കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു ടീമാണെന്ന് പറഞ്ഞത്. പക്ഷേ വീണ ഇതുവരെയും എനിക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഞാനും എൻ്റെ മുൻ ഭർത്താവും ഓപ്പറേറ്റ് ചെയ്തിരുന്ന അക്കൗണ്ട് ഇല്ല എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് മുക്കിന് ഇന്നലെയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരു മാനനഷ്ട കേസ് കൊടുത്തു. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ എനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നില്ല? എനിക്കെതിരെ എന്തുകൊണ്ട് ക്രിമിനൽ കേസ് എടുക്കുന്നില്ല? സിമ്പിൾ. ഈ എക്സാലോജിക്ക് അബുദാബിയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, അതിന് എന്താണ് തെളിവുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ള വിവരങ്ങളുടെ സോഴ്സ് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് എൻ്റെ സോഴ്സുകളെ ബാധിക്കും. മാത്രമല്ല അത് അവർക്കും അപകടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സോഴ്സുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അതില്ലെന്ന് അവർ പറയട്ടെ. അതിനി അന്വേഷിക്കേണ്ട ഏജൻസികളാണ്. വിദേശത്തുള്ളൊരു ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാവുന്നതിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയ വിവരങ്ങൾ പോലും എനിക്ക് പുറത്തുവിടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ വിശദമായി അത് അന്വേഷിക്കേണ്ട ഏജൻസികൾക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അബുദാബിയിൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ലാവ്ലിൻ അതുപോലെ തന്നെ PWC ഇവരെല്ലാവരുമായിട്ട് ഈ പണമിടപാട് നടന്നിട്ടുണ്ടോ ഈ ബാങ്ക് അക്കൗണ്ട് ത്രൂ? തീർച്ചയായിട്ടും പ്രൈസ് വാട്ടർ കോർപ്പറേഷനിൽ നിന്നും ലാവലിൽ നിന്നും ഉൾപ്പെടെ അങ്ങനെ വിവിധ കമ്പനികളിൽ നിന്നും നമ്മൾക്ക് പരിചിതമായ കമ്പനികൾ ഇത് രണ്ടുമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ പരിചിതമായ കോടിക്കണക്കിന് രൂപ ട്രാൻസാക്ഷൻ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഞാൻ പറഞ്ഞല്ലോ $3,30,000 ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അതിൽ നടന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2,75,00,000 രൂപ ഒരൊറ്റ തവണ മാത്രം ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് SFIക്ക് ഇതുപോലെ തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതുപോലെ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ തെളിവുകളും പത്രക്കാർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും തന്നെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇതിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ഈ തെളിവുകൾ കൊടുത്ത് ഇവരൊക്കെ എതിരായിട്ട് കൊടുത്തതിൽ? തീർച്ചയായിട്ടും അന്വേഷണത്തിൽ SFIO നടത്തുന്ന ഒരു അന്വേഷണം ഇനിയും സെപ്റ്റംബർ 30 വരെ അതിന് കാലാവധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഇനി കോടതിയിലും അവർ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി അവർ എൻ്റെ അറിവിലെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ പോലും അവർ വിവിധ സ്ഥാപനങ്ങളെ സമരം ചെയ്തിട്ടുണ്ട്, അവർ ചോദ്യം ചെയ്യുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എക്സാലോജിക് കൺസൾട്ടിംഗ് അല്ല, എക്സാലോജിക് സൊല്യൂഷൻ എന്ന വിശദീകരണവുമായി എക്സാലോജിക് കൺസൾട്ടിംഗ് അധികൃതർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വീണ വിജയന്റെ മുഖ്യമന്ത്രിനെ ഒരു ഡമ്മിയാണോ ഈ എക്സാലോജിക് കൺസൾട്ടൻസി? ഒരിക്കലല്ല. അവർ മറ്റേതോ കമ്പനിയാണ്. അവർ മലയാളികളാണ് എന്നൊരു തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ.
നമുക്ക് അവരെ എക്സാലോജിക് എന്ന് പറഞ്ഞ പേരുള്ള കൺസൾട്ടൻസി എല്ലാവരെയും പ്രതിയാക്കാൻ അല്ലെങ്കിൽ അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് പറയാൻ ഞാനില്ല. അവർ നല്ല രീതിയിൽ പോകുന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചതിൻ്റെ പുറകിൽ, പത്രക്കാരെ വിവരം അറിയിച്ചതും അവർ പത്രസമ്മേളനം നടത്തിച്ചതിൻ്റെയൊക്കെ പുറകിൽ CPM മുഖ്യമന്ത്രിയുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ അവർ ഈ കമ്പനിയുമായിട്ടോ വീണ വിജയനുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പക്ഷേ എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ അക്കൗണ്ട് ത്രൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ എക്സാലോജിക്കിന്റെ ഒരു കമ്പനിയിൽ അക്കൗണ്ട് ഉണ്ടെന്നാണല്ലോ സാർ പറഞ്ഞത്. എക്സാലോജിക് സൊല്യൂഷൻസ് ആണോ, എക്സാലോജിക് കൺസൾട്ടിംഗ് ആണോ, എക്സാലോജിക് കോൺട്രാക്ടിംഗ് ആണോ, അങ്ങനെ ഒരു 25 കമ്പനി ദുബായിലുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് പരിമിതമായ അറിവിൽ എനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക് എന്ന പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. ആ എക്സാലോജിക്കിൻ്റെ വാല് എന്നെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്തിരുന്ന വളരെ സ്പെസിഫിക് അല്ല ഞാൻ പറയുന്നത്. അത് വീണ ടീം സുനീഷ് എമ്മും ഓപ്പറേറ്റ് ചെയ്തിരുന്ന അവർ സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ട് അത് പരിശോധിച്ചാൽ പോരെ, വ്യക്തമല്ലേ? അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ഒരു ദൈവമായ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് കോടികളാണ് എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും സത്യം? ഞാൻ പറഞ്ഞില്ലേ, 2016 മുതൽ 19 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ അക്കൗണ്ടിന് ആവറേജ് ബാലൻസ് പോലും 10 കോടി രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എത്രമാത്രം പൈസ! എന്നാൽ ഈ അധ്വാനിച്ചുണ്ട് ഒരാൾക്ക് ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൾക്ക് ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാൻ മേലെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും വീണയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെ പരിശോധിച്ചാലും, വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ഇടപാടുകൾ മുഴുവൻ പരിശോധിച്ചാലും വീണയുടെ കമ്പനി എപ്പോഴും നഷ്ടത്തിലാണ്. അങ്ങനെ നഷ്ടത്തിൽ പോകുന്നൊരു കമ്പനിക്ക് ഇത്ര ബാലൻസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഈ സ്വപ്ന സുരേഷ് ഇതുപോലെ മുമ്പ് ആരോപിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എല്ലാം സത്യമാണ് എന്നൊരു രീതിയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ശിവശങ്കറിനും വീണയ്ക്കും ബന്ധമുണ്ട് എന്ന് ഇതിനു മുമ്പ് മറ്റേ സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ അതിൻ്റെ ആധികാരികത നമ്മളൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ ഇത് കൂട്ടി വായിക്കുമ്പോൾ PWCയിൽ നിന്ന് പണം വന്ന കാലഘട്ടവും PWC ആയിട്ടുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിച്ചതിന് ശേഷം ഈ അക്കൗണ്ട് ക്യാൻസൽ ചെയ്ത കാലഘട്ടവും അതുപോലെ തന്നെ ഈ നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞൊരു കാര്യം, അവരുടെ പേരിൽ ശരിക്കും സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം 3,50,000 രൂപയ്ക്ക് മുകളിലാണ്. പക്ഷെ അവർക്ക് കൈ കിട്ടിയിരുന്ന ശമ്പളം 1,10,000 രൂപയാണ്. അപ്പോൾ ബാക്കി പണം അവിടെ പോയി. അപ്പം CMRൽ നിന്ന് മാത്രമല്ല മാസപ്പടി കൈപ്പറ്റിയിട്ടുള്ളത്, മാസപ്പടി PWCയിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ആ കൈപ്പറ്റിയതിൻ്റെ രേഖയാണ് ഞാൻ പറഞ്ഞ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ളത്. അത് അന്വേഷണ ഏജൻസികൾ തന്നെയാണ് ഇനി അത് എടുക്കേണ്ടത്. ഇപ്പം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി ഇതിനെതിരായിട്ട് എതിർത്തിട്ടുണ്ടെങ്കിലും പക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇവർക്ക് ഇതുകൂടെ ദുബായിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ അക്കൗണ്ടോ ട്രാൻസാക്ഷനോ ഉണ്ടോ എന്നെന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. കാരണം ഇവരുമായി റിലേറ്റ് ചെയ്ത ഒരു കമ്പനിയുടെ പുറകെ ഞാൻ ചെന്ന് നിന്നപ്പം അത് മൗറീഷ്യസിലാണ്. അതിൻ്റെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഓഫീസിൽ നോക്കിയപ്പോൾ ഒരു അമ്മച്ചി മത്തി വറുത്തോണ്ട് നിൽപ്പുണ്ട്. ആ ഓഫീസിൽ ഒരു ഫ്ലാറ്റാണ്. മക്കളെ, എനിക്ക് അറിഞ്ഞൂടെ മക്കളെ, അങ്ങനെ കമ്പനി ഞാനിവിടെ താമസിക്കാൻ കുറേ കാലമായാലും മക്കളെ എന്നാണ് ആ അമ്മച്ചി പറഞ്ഞത്. അപ്പം എത്തിപ്പെടാൻ കഴിയുന്ന സോഴ്സുകൾ നമുക്ക് വളരെ പരിമിതമാണ്. ഞാനൊരു അന്വേഷണ ഏജൻസി ഒന്നുമല്ല, ഒരു വ്യക്തിയാണ്. എനിക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏതൊക്കെ രാജ്യത്ത് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെ അബുദാബിയിൽ ആയതുകൊണ്ടും അബുദാബിയിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മലയാളികൾ ഉള്ളതുകൊണ്ടൊക്കെയാണ് നമുക്ക് കുറേ വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. ഇവർ ഭരണത്തിൽ കയറിയിട്ട് ഏകദേശം 8 വർഷം കഴിഞ്ഞു. ഇതിൽ തന്നെ ഒരുപാട് അഴിമതി കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പം മാസപ്പടി, CMRL, PWC, അങ്ങനെ നിരവധി കരിമണൽ, അങ്ങനെ ഒരുപാട് ഇത് വരണമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണിത്? അടിസ്ഥാനപരമായി ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ആറാട്ടുപുഴ, അതുപോലെ നമ്മുടെ പ്രദേശത്തെ കരിമണൽ ഖനനം തന്നെയാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് നമുക്കുള്ളത് ഒരുപക്ഷെ ഗൾഫിന് പെട്രോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അടിഞ്ഞു കിടന്നത് ഈ തോട്ടപ്പള്ളി ആറാട്ടുപുഴ പ്രദേശത്താണ്. ഈ കരിമണൽ എന്ന് പറയുന്നത് ആറ്റോമിക് മിനറൽസാണ്. മിനറൽസ് മാത്രമല്ല, 13ഓളം മിനറൽസ് അതിനകത്തുണ്ട്. പക്ഷേ അത് കൂടാതെ ആറ്റോമിക് മിനറൽസും ഇതിനകത്തുണ്ടെന്ന് സർക്കാരിൻ്റെ തന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിൽ
തോറിയം ഒക്കെ പറയുന്ന അതായത് ആറ്റം ബോംബുകൾ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള അറ്റോമിക് മിനറൽസ് ഇവിടെ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ടണ്ണിന് 4-5 കോടി രൂപ വിലയുണ്ട്. ഇവിടെ നിന്നും ഒരു മെട്രിക് ടണ്ണിന് 464 രൂപ സർക്കാരിലേക്ക് അടച്ചിട്ട് കൊണ്ടുപോകുന്ന നോർമൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ 15,000 കോടി രൂപ വിലയുള്ള 15,000 ഒരു മെട്രിക് ടണ്ണിന് 15,000 രൂപ വിലയുള്ള സാധനമാണ് 464 രൂപയ്ക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം എന്തിന് കഴിഞ്ഞ വർഷം ഡിസംബർ 27-ാം തീയതി വരെ ഇത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും വരുന്നൊരു ഡിഫറൻസ് 464-നും 15,000-നും ഇടയിലുള്ള ഡിഫറൻസ് അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും മുഖ്യമന്ത്രിക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ വീതം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൃത്യമായി ഇതിൻ്റെ ഒരു വീതം പറ്റുകയും ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഓരോ കാലഘട്ടങ്ങളിൽ 2019 വരെ ഇത് വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ 2019 കേന്ദ്ര നിയമപ്രകാരം ഇത്തരം ആക്ടിവിറ്റീസുകൾ പബ്ലിക് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള പബ്ലിക് കമ്പനികൾ വഴി മാത്രമേ നടത്താൻ പറ്റൂ എന്നുള്ളത് വന്നപ്പോൾ അതിനെയും മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഇവിടെ 2018 പ്രളയത്തിൻ്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണൽ വാരി നീക്കണം. തോട്ടപ്പള്ളി സ്പിൽവേയുടെ മൗത്ത് തുടർന്നിടാൻ മാത്രമാണ് ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ മറവിൽ അവിടുന്ന് മാറിയ മണൽ മാത്രം 2019 ശേഷം മാത്രം 53 ലക്ഷം മെട്രിക് ടൺ മണൽ നീക്കം ചെയ്തിട്ടുണ്ട്. ആ മണലിൻ്റെ വില മാത്രം 40,000 കോടി രൂപയ്ക്ക് മുകളിൽ വരും. അതൊന്നും ഇതുവരെ അന്വേഷണത്തിൻ്റെ പരിധി വന്നിട്ടില്ല. ഞാനിപ്പോൾ കൊടുത്ത കേസും SFI അന്വേഷണം, ED അന്വേഷണം, അതുപോലെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇതെല്ലാം 2019 കൂടെ അവസാനിക്കുകയാണ്. ഈ 2019 ശേഷം എന്ത് സംഭവിച്ചു അത് ഇനിയും അന്വേഷണം വിധേയമാകേണ്ട കാര്യമാണ്. ഇതാണ് ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 40,000 കോടി രൂപയുടെ കരിമണൽ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര മനസ്സിലാക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഓഫീസ് ഉൾപ്പെടെ, മുഖ്യമന്ത്രി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ, CMR ഉൾപ്പെടെ, ഇതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ, KSIDC ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരും വീതം പറ്റിക്കൊണ്ടുള്ള വലിയ ബിസിനസ്. അതിനകത്ത് എത്ര പറ്റിയെന്നുള്ളത് നമുക്കാകെ 40,000 കോടി രൂപ കക്കാൻ കൂട്ടുനിന്നിട്ട് 1,72,00,000 രൂപ മാത്രമാണ് പറ്റിയതെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒത്തിരി ഇരട്ടി പണം ഇവരുടെ കൈകളിലെത്തിയിട്ടുണ്ട്. ആ പണം കയ്യിലെത്തിയത് ഇവിടെ ഒരു 1,72,00,000 വന്നിട്ടുണ്ടെങ്കിൽ വിദേശത്തും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെ അക്കൗണ്ടുകളുണ്ടെങ്കിൽ അവിടേക്ക് വന്നിട്ടുള്ളതൊക്കെ എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ അബുദാബി അക്കൗണ്ടിൽ നിന്നും പണം പോയേക്കുന്നത് US-ലേക്കാണ്. US അക്കൗണ്ടുകളിലേക്കാണ് കൂടുതൽ പോയേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പാർക്ക് ചെയ്തിട്ടുള്ള US-ലാണ്. മുഖ്യമന്ത്രിയുടെ അമേരിക്ക യാത്രയും ഇതുമെല്ലാം തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ ഫാരിസ് അബൂബക്കർ ഇപ്പോൾ ഉള്ള അമേരിക്കയിലാണ്. ഇതെല്ലാം ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം വലിയ കൊള്ളയുടെ ഒരറ്റം മാത്രമാണ്.